ഒരു റീൽ എടുക്കാനുള്ള കഷ്ടപ്പാടാണ് ആ കാണുന്നത്. ഓർത്ത് വെച്ച സ്റ്റെപ്പ് എല്ലാം മറന്നുപോയി. അപ്പൊ നിന്ന് കഥകളി കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ശ്രീനാഥിന് റൂം ഷിഫ്റ്റ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും നിൽക്കാൻ പാകത്തിനുള്ള റൂം ഇപ്പോഴേ നോക്കാന്ന് വെച്ചിട്ട് റൂം ഹണ്ടിങ് ആണ് കേട്ടോ. അതിന് മുന്നേ ആയിട്ടൊരു ചായ കുടിച്ച് തുടങ്ങാന്ന് വിചാരിച്ചു. എനിക്കല്ല ചായ, ഞാൻ ചായ അധികം കുടിക്കാറില്ല. അപ്പൊ ഞാൻ ഒരു കുമ്പളപ്പം പറഞ്ഞേ, പക്ഷെ എനിക്കത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതാണ് അങ്ങനത്തെ ഒരു വിയേർഡ് എക്സ്പ്രഷൻ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് നമ്മൾ സൈറ്റിൽ കണ്ട ഒന്ന് രണ്ട് ബ്രോക്കർമാരുടെ നമ്പറൊക്കെ വിളിച്ച് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുമായിരുന്നു. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ നൈസായിട്ട് നമ്മുടെ കുസാറ്റില്ലേ അതിന്റെ അതിലേക്ക് ഇങ്ങനെ പോയി. എന്ത് രസാന്നറിയോ പച്ചപ്പൊക്കെ കണ്ടില്ലേ. ബൈക്കിലൂടെ ഇങ്ങനെ കറങ്ങിയപ്പോഴത്തേക്കും ഒന്നും കൂടെ ക്ഷീണം. നേരെ കൊണ്ട് ചവിട്ടിയത് ഈ ഷോപ്പിന്റെ ഫ്രണ്ടിലാണ്. ഒരു വലിയ ഗ്ലാസ് കരിമ്പ് ജ്യൂസ് തന്നെ അങ്ങോട്ട് മേടിച്ചു. ഇപ്പൊ അത്യാവശ്യം ഇതുപോലെ ഷുഗർ കെയിനായിട്ട് തന്നെ ഇഷ്ടം പോലെ സ്പോട്സ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ മറ്റേ ഏത് ജ്യൂസിനെ ഇത് കുടിക്കുമ്പോൾ ഭയങ്കര ആശ്വാസമാട്ടോ. ഒന്നാമത് ഇതിനകത്ത് ഷുഗർ വേറെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ ഇന്നത്തെ പ്രധാന കലാപരിപാടിയിലോട്ട് കടന്നു. റീൽ എടുക്കൽ. ഞാൻ കുറച്ച് കാലമായിട്ട് ഒരു ബ്രേക്ക് എടുത്തേക്കായിരുന്നു കേട്ടോ ഡാൻസ് റീൽസ് എടുക്കാനായിട്ട്. അതുകൊണ്ട് എത്ര നോക്കിയിട്ടും എനിക്ക് സ്റ്റെപ്പ് കിട്ടില്ല. റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയ അപ്പം ഞാൻ തെറ്റിക്കും. അതാണ് അതിന്റെ ഒരു കണക്ക്. അവസാനം ഞാനൊന്ന് നന്നായി കളിക്കുമ്പോഴേക്കോ ചെക്കൻ റെക്കോർഡ് ചെയ്യാൻ മറന്നിട്ടുണ്ടാവും. അങ്ങനെ കളിച്ചൊരു പരുവായപ്പോഴത്തേക്കും നല്ല മഴക്കാറും കൂടി ഏകദേശം മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായേ. ഈ ഒരു വാക്ക് വേയിലാണെങ്കിൽ നമുക്ക് മഴ കൊള്ളാതെ കയറി നിൽക്കാൻ ഒരു സ്പോട്ട് പോലും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ വേഗം പാഞ്ഞു വിട്ടു. അവിടെ നിന്ന് കുറച്ചൊക്കെ മഴ നനഞ്ഞെങ്കിലും നമ്മൾ സ്ട്രെയിറ്റ് പാതിരാക്കുഴിക്കാണേ പോയത്. ഉച്ചയ്ക്ക് തുടങ്ങിയ അലച്ചിലാണേ. ഒരു കാര്യം അങ്ങോട്ട് നടന്നിട്ടുമില്ല, എന്നാൽ നന്നായിട്ട് വിശക്കുന്നു. അല്ലെങ്കിലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഭക്ഷണം കഴിപ്പ് മാത്രമേ ലാസ്റ്റ് നടക്കാറുള്ളൂ. അങ്ങനെ ഒരു ഷവർമയും ഒരു നെയ്യിൽ ചുട്ട അൽഫാമും ആണേ പറഞ്ഞത്. ഫുഡ് വരാൻ സമയമായതുകൊണ്ട് കുറച്ച് യൂട്യൂബിൽ ഫുഡ് വീഡിയോസ് ഒക്കെ കണ്ടിരുന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഷവർമ എത്തി. നന്നായിട്ട് വിശന്ന് പൊരിഞ്ഞിരുന്നോണ്ടാണോ എന്ന് അറിഞ്ഞൂടാ, ഷവർമയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു ഗായ്സ്. അതങ്ങോട്ട് അകത്താക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ദേ നമ്മുടെ നെയ്യിൽ ചുട്ട ഐറ്റം അങ്ങോട്ട് എത്തി. അത് റൊമാലി റൊട്ടിയും ചുരുട്ടി അങ്ങോട്ട് പിടിച്ചപ്പോഴത്തേക്കും വാവ്, അമേസിങ്, നല്ല ടേസ്റ്റ് ഉണ്ടായി. അപ്പൊ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ബൈ.